കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. ഇഡി തുടർ നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ്. ഈ കരുവന്നൂർ കേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം CPM-നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയ ഒരു കേസ് കൂടിയാണ്. തൃശ്ശൂരിലെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപെയൊക്കെ CPI പോലും ആശങ്കപ്പെട്ടിരുന്നു ഇത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്നുള്ളത്. BJP അത് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കരുവന്നൂരിലെ ഈ വലിയ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ 20ഓളം പേരെ കൂടി പ്രതി ചേർക്കാനാണ് ഇഡി തയ്യാറെടുക്കുന്നത്. ബാങ്കിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയവരെയാണ് പ്രതി ചേർക്കുക. ബാങ്കിൽ നിന്നും അനധികൃത വായ്പ സ്വീകരിച്ച് തിരിച്ചടയ്ക്കാത്തവരും പ്രതികളാകും. ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി കേസിൽ 2ാം കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്. മോസിന അസുവാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. മോസിന, ഈ കേസുമായി ബന്ധപ്പെട്ട CPM വളരെയധികം പ്രതിരോധത്തിലായിരുന്നു. ഇന്നലെ CPM-ന്റെ സ്വത്ത് വകകളൊക്കെ കണ്ടുകെട്ടാൻ ഒരുങ്ങുന്നു ഇഡി, അതിനുള്ള നടപടികൾ ആരംഭിച്ചു തുടങ്ങിയ വാർത്തകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, കൃത്യമായ രേഖകളില്ലാതെ ബാങ്കിന് വലിയ ബാധ്യതകൾ ഉണ്ടാക്കിയ 20ഓളം പേർക്കെതിരെ വീണ്ടും കേസെടുത്ത് അവരെ പ്രതി ചേർത്ത് കേസെടുക്കാനുള്ള നീക്കത്തിലേക്ക്. അങ്ങനെ ഒരിക്കൽ കൂടി കരുവന്നൂരിലെ ഇഡി നടപടികൾ അതിശക്തമായി തുടരുകയാണ്, അല്ലേ? ജിൽസി, CPM-നെ സംബന്ധിച്ച് CPM-നെ ഏറെ പ്രതിരോധത്തിലാക്കിയ, പ്രത്യേകിച്ച് ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലെല്ലാം തന്നെ പ്രതിരോധത്തിലാക്കിയ ഒരു പ്രധാന വിഷയമാണ് കരുവന്നൂർ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇഡി രജിസ്റ്റർ ചെയ്ത കേസും. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ സെക്രട്ടറി അടക്കം കസ്റ്റഡി എടുക്കുകയും ചോദ്യം ചെയ്യുകയും പ്രതി ചേർക്കുകയും ഒക്കെ ചെയ്ത് നമുക്കറിയാം. ഒരിടക്ക് മുൻ മന്ത്രി AC മൊയ്തീൻ്റെ സ്വത്ത് വകകൾ ഉൾപ്പെടെ മരവിപ്പിക്കുന്നൊരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്ന, അത്തരത്തിൽ വിവാദമാവുകയും അതുപോലെ തന്നെ ഇപ്പോഴും ഇഡി നടപടി തുടരുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ പുതിയതായി 20 പേർ കൂടി ഈ കേസിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് ആണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമായിരിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ സ്വത്ത് വകകൾ ഉൾപ്പെടെ ഇഡി കണ്ടുകെട്ടിയിട്ടുണ്ട്. ആദ്യ കുറ്റപത്രത്തിൽ തന്നെ ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം അനുസരിച്ച് 29 കോടിയോളം രൂപയാണ് ഈ CPM അംഗങ്ങളും ഉൾപ്പെടെ ജില്ലാ അംഗങ്ങൾ ഉൾപ്പെടെ അതുപോലെ തന്നെ മറ്റ് ബിനാമി പേരുകളിൽ ആരൊക്കെയാണ് വായ്പ സ്വീകരിച്ചത് ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടെ പുതിയ 20 പേർ ഇത്തരത്തിൽ ഇതിൽ പ്രതി ചേർക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അവർ ആരൊക്കെയാണ് എന്നതൊക്കെയുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ CPM-ന്റെ സ്വത്ത് വകകൾ, അതായത് 8 ബാങ്ക് അക്കൗണ്ടുകളാണ് CPM-ന്റെ മാത്രമായിട്ട് കഴിഞ്ഞ ദിവസം കണ്ടുകെട്ടുകയും ചെയ്തിരിക്കുന്നത്. 77 ലക്ഷം രൂപയോളം വരുന്ന അക്കൗണ്ടാണ് മരവിപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള വാർത്തകളും ഉണ്ട്. എന്താണെങ്കിലും നിലവിൽ ജില്ലാ സെക്രട്ടറിയുടെ പേരിലുള്ള ലോക്കൽ ഒരു ഓഫീസിന് വേണ്ടി എടുത്ത ഭൂമി, അത്തരം സംഗതികളൊക്കെ തന്നെ ഈ കണ്ടുകെട്ടിയ സ്വത്ത് വകയിൽ ഉൾപ്പെടും. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ തന്നെയാണ് നമ്മൾ വരും മണിക്കൂറുകൾ പ്രതീക്ഷിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് 2ാം കുറ്റപത്രവും ഉടൻ തന്നെ ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജിൽസി.